ഹലോ ഗൈസ്, അനിമൻഡോർ സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ വൺ പീസിന്റെ ചാപ്റ്റർ ആയിട്ടുള്ള 1179ന്റെ മലയാളം എക്സ്പ്ലനേഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് നമ്മുടെ കഴിഞ്ഞ എക്സ്പ്ലനേഷൻ വീഡിയോയ്ക്ക് നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള ബ്ലാക്ക് ബി i2i 40 രൂപ സൂപ്പർ താങ്ക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ തന്ന സപ്പോർട്ടിന് ഒരു വലിയ നന്ദിയുണ്ട് ബ്രോ. അടുത്തതായിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള ഫുൾ ബോയ് 10 റിസ്വാൻ ബ്രോ 40 രൂപ സൂപ്പർ താങ്ക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ ലെങ്ത് ഞാൻ ഒരിക്കലും കുറയ്ക്കില്ല ബ്രോ. ചാപ്റ്റർ പേജ് കുറവാണെങ്കിൽ മാത്രമാണ് വീഡിയോയുടെ ലെങ്ത് കുറയുന്നത്. അതേപോലെ തന്നെ ബ്രോയി തന്ന സപ്പോർട്ടിന് ഒരു വലിയ നന്ദിയുണ്ട്. ഇതുകൂടാതെ നമ്മുടെ എല്ലാ വൺ പീസ് വീഡിയോയ്ക്കും ലൈക്ക്, കമന്റ്, ഷെയർ, ഹൈപ്പ് ഒക്കെ ചെയ്ത് നല്ല കട്ട സപ്പോർട്ട് തന്ന് കൂടെ നിൽക്കുന്ന എൻ്റെ മറ്റെല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരു വലിയ നന്ദി. എൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്നറിയുന്നതിൽ ഒരു വലിയ സന്തോഷമുണ്ട്. ഇനിയും അത് മികച്ച രീതിയിലാക്കി നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തരാനായിട്ട് ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇനി ഏതാനും സബ്സ്ക്രൈബേഴ്സും കൂടി ആയി കഴിഞ്ഞാൽ നമ്മളുടെ ചാനൽ 7000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള പോയിന്റിൽ എത്തുന്നതായിരിക്കും. സോ നിങ്ങൾ വീഡിയോ കാണുന്നവരിൽ ഇനിയും നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ മറക്കാതെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. സോ അപ്പോൾ ഇനി ഒട്ടും തന്നെ സമയം കളയാതെ വേഗം നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. നമ്മുടെ കവർ ഫോട്ടോ എന്ന് പറയുന്നത് എയ്സും യമാറ്റോയും ഒറ്റാമയും കൂടെ നിൽക്കുന്ന ഒരു ചിത്രമാണ്. കുറെ പന്നിക്കുട്ടികൾ ചെളിക്കുണ്ടിലേക്ക് ട്രിപ്പ് വന്നിരിക്കുകയാണ്. അവരോടൊപ്പം നിൽക്കുകയാണ്. എയ്സിന്റെ തലയിലാണെങ്കിൽ ഒറ്റാമ ഉണ്ടാക്കി കൊടുത്ത ഒരു ഹാറ്റും ഇരിപ്പുണ്ട്. ഇപ്പോൾ കാസ്റ്റിൽ വിട്ട് താഴെ ലോകത്തിലേക്ക് പോകുന്നതിന്റെ ആവശ്യം എന്താണെന്ന് ഇമുവിന്റെ അടുത്ത് 5 എൽഡേഴ്സ് ചോദിക്കുകയാണ്. വാർക്കുറി ചോദിക്കുന്നുണ്ട്, ഇമൂസമ നിങ്ങൾ എൽബാഫിലേക്കാണോ പോകുന്നത്? ജൂപ്പിറ്റർ ആണെങ്കിലും പറയുന്നുണ്ട്, പ്ലീസ് നിങ്ങൾ പോകരുത്, നിങ്ങൾ താഴെ ആ സാധാരണ മനുഷ്യർ ജീവിക്കുന്ന ലോകത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് ജൂപ്പിറ്റർ പറഞ്ഞു തീരുന്നതിന് മുന്നേ ഗാർലിംഗ് ആ റൂമിലേക്ക് കയറി വരുന്നു. എന്നിട്ട് അങ്ങേര് പറയുന്നുണ്ട്, ഇത് നമ്മൾ ഇങ്ങനെ ചുമ്മാ കുത്തിയിരിക്കേണ്ട സമയമല്ല, ഹോളിലാൻഡിന്റെ അവസ്ഥ വളരെ മോശമായിക്കൊണ്ടിരിക്കുക. ഷാംറോക്ക് തിരിച്ചു വന്നതുകൊണ്ട് ഇവിടുത്തെ സിറ്റുവേഷൻ നമുക്ക് ഏകദേശം കൺട്രോളിലാക്കാൻ പറ്റി. പക്ഷെ നമ്മുടെ ഭക്ഷണ സാധനങ്ങളെല്ലാം നശിപ്പിച്ച അവന്മാരുടെ ആ പ്ലാൻ അത് നമുക്ക് നല്ലപോലെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. എത്ര വലിയ പൊസിഷനിൽ ഇരിക്കുന്ന സ്ട്രോങ് ആയിട്ടുള്ള ആളാണെന്ന് പറഞ്ഞാലും കുറച്ച് ദിവസം ഫുഡ് കിട്ടിയില്ലെങ്കിൽ എല്ലാം അവതാളത്തിലാവും. ഇപ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് ഈ ലോകത്തിനെ തന്നെ അടിച്ചമർത്താൻ ശേഷിയുള്ള ഒരു മിലിറ്ററി പവറാണ് എന്നൊക്കെ ഗാർലിംഗ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അയാളുടെ ഡെൻഡൻ മുഷിയിൽ ഒരു കോൾ വരുന്നു. ഗാർലിംഗ്, എനിക്കുള്ള ഫുഡ് എവിടെ? ഇതാണോ നിങ്ങൾ എനിക്ക് ഓഫർ ചെയ്ത സെലസ്റ്റിയൽ ഡ്രാഗണിന്റെ ലൈഫ് എന്നൊക്കെ പറഞ്ഞ് യോർക്കാണ് ആ കിടന്ന് അലയ്ക്കുന്നത്. ഇപ്പൊ നോക്കിയാൽ മരിജോയ്സിൽ അവൾക്കൊരു പവർ സ്റ്റേഷൻ ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ആ മദർ ഫ്ലെയിം ജനറേറ്റ് ചെയ്യുന്ന റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇങ്ങനെ ഫുഡ് തായെന്നും പറഞ്ഞ് കിടന്ന് അലർന്ന യോർക്കിന്റെ അടുത്ത് ഗാർലിംഗ് പറയുന്നുണ്ട്, യോർക്ക്, ഞാൻ നിന്നോട് ഇത് പറഞ്ഞതാണ്, ഹോളി ലാൻഡിലെ ഇപ്പോൾ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പ്രതിസന്ധിയാണ്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് വരണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ, മദർ ഫ്ലെയിം. സോ നിനക്കൊരു സെലസ്റ്റിയൽ ഡ്രാഗണെ പോലെ ജീവിക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് മദർ ഫ്ലെയിമിന്റെ ആ റിസർച്ച് പൂർത്തിയാക്ക്, പവർ ജനറേറ്റ് ചെയ്യ്. നമ്മുടെ എഗ്രിമെന്റ് ഇങ്ങനൊന്നും അല്ലായിരുന്നു എന്ന് പറഞ്ഞ് അവളിപ്പോ വാവിട്ട് കരയുന്നുണ്ട്. ഗാർലിംഗ് ഇപ്പൊ പറയുന്നുണ്ട്, നീ ഒരു കാര്യം മറന്നു പോകുന്നു യോർക്ക്, നിന്റെ ഒറിജിനൽ ബോഡി, അതായത് ഒറിജിനൽ വേഗാപങ്ക്, അയാളും ഒരു റിബലായിരുന്നു. ഒരു പരിധി വരെ ഇവിടെ ഈ നടക്കുന്ന കാര്യങ്ങൾക്കൊക്കെ അയാളും ഉത്തരവാദിയാണ്. നീ ഒരു വേഗാപങ്ക് ആയതുകൊണ്ട് തന്നെ നിനക്കും അതിൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. സോ ഇപ്പൊ ഇത്രയും പറഞ്ഞിട്ട് പുള്ളി ആ കാളം കട്ട് ചെയ്യുകയാണ്. ഗാർലിംഗ് ഇപ്പോൾ അവിടെ ഇരുന്നിട്ട് ബാക്കി എൽഡേഴ്സിനോട് പറയുന്നുണ്ട്, നമുക്ക് ആകെ ഗതികേടാണല്ലോ. ആ നിക്ക എന്ന് പ്രത്യക്ഷപ്പെട്ടോ അതിനുശേഷമാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ കൂമ്പാരമായിട്ട് വരാൻ തുടങ്ങിയത്. വാർക്കുറി ഇപ്പൊ ചോദിക്കുന്നുണ്ട്, ഇതിനി വെറും ഒരു കോയിൻസിഡൻസ് ആയിരിക്കുമോ അതോ വിധിയുടെ നിയോഗമോ? ജൂപ്പിറ്റർ ഇപ്പൊ പറയുന്നുണ്ട്, പക്ഷെ എന്തൊക്കെ തന്നെ ആയാലും നിങ്ങളിപ്പോ ഈ കാസ്റ്റിൽ വിട്ട് പുറത്തു പോകരുത് മുസമ. വാർക്കുറി ആണേലും പറയുന്നുണ്ട്, നമുക്ക് വേണമെങ്കിൽ മറീൻ ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് അഡ്മിറൽസിനെ എൽബാഫിലേക്ക് വിടാം. ന്യൂസ്ഡ്യൂറോ ഇപ്പൊ പറയുന്നുണ്ട്, ഏയ് അത് പറ്റില്ല, അവരിപ്പോ ഈ ചുറ്റും നടക്കുന്ന സംഭവങ്ങൾ തന്നെ ഡീല് ചെയ്യാൻ പെടാപ്പാട് വിടുക, അവരെ കൊണ്ട് ഇനി എൽബാഫിലെ വിഷയവും കൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. സോ ഗൈസ്, അപ്പോൾ പല ഭാഗത്തായിട്ട് പല പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് ഈ ആർക്കിന് ശേഷം മിക്കവാറും നമുക്ക് ഈ ചിതറിയ കാഴ്ചകൾ പോലെ ഇങ്ങനെ കിട്ടുന്നതായിരിക്കും. സോ ഇപ്പോൾ ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ വാർക്കുറി പറയുന്നുണ്ട്, ആരും ഇല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ തന്നെ ഇത്തവണ ഒന്നുകൂടി ഇറങ്ങാം. ഇമു ഇപ്പൊ പറയുന്നുണ്ട്, ഈ നടക്കുന്നതൊന്നും വെറും കോയിൻസിഡൻസ് അല്ല വാർക്കുറി, നമ്മളുടെ ഉള്ളിലെ അഹങ്കാരവും അലസതയും അകൽച്ചയും അഭിമാനബോധവും ഒക്കെ മാറ്റിവെച്ച് കളത്തിലേക്ക് ഇറങ്ങാൻ സമയമായി. ഇപ്പോൾ ഈ നടക്കുന്ന സംഭവങ്ങളെല്ലാം വിധിക്കപ്പെട്ടതാണ്. ഇമു ഇപ്പോൾ നടന്ന ഓരോ സംഭവങ്ങൾ ഇങ്ങനെ ആലോചിക്കുകയാണ്. അതായത് റോക്സ് ഫ്ലവർ റൂമിൽ കയറിയിട്ട് ഞാൻ വീണ്ടും ഇങ്ങോട്ട് തിരിച്ചു വരും എന്ന് പറഞ്ഞത്, റോജർ തന്റെ എക്സിക്യൂഷന് മുൻപ് വൺ പീസ് കണ്ടെത്താൻ പറഞ്ഞ ഗ്രേറ്റ് പൈറേറ്റ് എറ തന്നെ തുടങ്ങി വെച്ചത്, കിങ് നെപ്റ്റ്യൂണിന് ഷിരാഹോഷി എന്ന് പറഞ്ഞ മകളുണ്ടായത്, നിക്ക ഡബിൾ ഫ്രൂട്ട് ഷാങ്സ് അടിച്ചു മാറ്റിക്കൊണ്ടുപോയത്, ആ ലെജൻഡറി നിദോഗ് ഡബിൾ ഫ്രൂട്ട് ലോക്കിക്ക് കൊടുത്ത് എൽബാഫിലെ ഇമുവിന്റെ പ്ലാൻ ഹരാൾഡ് തകർത്തത്, കനത്ത മൂടൽമഞ്ഞിനുള്ളിൽ ഒളിഞ്ഞിരുന്ന് വേൾഡ് ഗവൺമെന്റിന്റെ ഷിപ്പുകൾ അറ്റാക്ക് ചെയ്യുന്ന ജയൻസിന്റെ കപ്പലിലെ ക്യാപ്റ്റൻ ഹരാൾഡിന്റെ മകനായിട്ടുള്ള ലോക്കിയാണെന്ന് ഇമു തിരിച്ചറിഞ്ഞത്. അതേപോലെ തന്നെ മറീൻ ഫോർഡിൽ വെച്ചിട്ട് വൈറ്റ് ബിയർഡ് ലൂഫിയെ പ്രൊട്ടക്ട് ചെയ്തത്. മങ്കി ഡി ലൂഫി എത്ര ഇമ്പോർട്ടന്റ് ആണെന്നൊന്നും അന്ന് ഇമുവിന് അറിയില്ലല്ലോ.
അതേപോലെ തന്നെ ബ്ലാക്ക് ബിയർഡ് ആരാണെന്ന് ഇമു മനസ്സിലാക്കിയത് മാർഷൽ ഡി ടീച്ച്. അതേപോലെ തന്നെ മരിക്കുന്നതിന് മുമ്പ് കിങ് കോബ്ര സംസാരിച്ചത് ലിലിയെ പറ്റി, നെഫർദാരി ഡി ലിലി. അതേപോലെ തന്നെ ലൂഫിയുടെയും ബ്ലാക്ക് ബിയർഡിന്റെ ഒക്കെ വാണ്ടഡ് പോസ്റ്റേഴ്സ് മുമ്പ് ഇമു കുത്തി കീറിയ ആ സീന് നമ്മളെ കാണിക്കുന്നുണ്ട്. ആ സമയത്ത് ഇമു പറയുന്നുണ്ട്, ജോയ് ബോയ്, ഡേവി ജോൺസ്, കാലം എത്ര കടന്നു പോയാലും നിങ്ങൾ വീണ്ടും വീണ്ടും മൂവിനെ ടോർച്ചർ ചെയ്യുകയാണല്ലേ. അതേപോലെ തന്നെ ലിലിയുമായിട്ട് സാമ്യമുള്ള വിവിയുടെ ആ ഫോട്ടോ നോക്കിയിട്ട് ഇമു എന്ന് പറഞ്ഞത് നമ്മളെ കാണിക്കുന്നുണ്ട്. എനിക്ക് വിവിയെ വേണം. സോ ഇപ്പോൾ പ്രസന്റിൽ ഇതെല്ലാം ആലോചിച്ചിട്ട് ആ കാസ്റ്റിൽ ഒരു അബ്ബൈസ് ക്രിയേറ്റ് ചെയ്ത് എൽബാഫിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുകയാണ് ഇമു. ഇപ്പോൾ ഇവരോട് പറയുന്നുണ്ട്, ഇതൊരു പഴയ കണക്കാണ്, ഇതാരംഭിച്ചിട്ട് കാലങ്ങളായി. അപ്പോൾ ഹോളി ലാൻഡ് ഞാൻ നിങ്ങളെ വിശ്വസിച്ചേൽപ്പിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇമു പോകാനായിട്ട് ഒരുങ്ങുന്നു. മാർസ് ഇപ്പോൾ വീണ്ടും വിളിച്ചു പറയുന്നുണ്ട്, ഇമൂസമ്മ, നിങ്ങൾ താഴേക്ക് പോയാൽ എന്താ സംഭവിക്കുക എന്നറിയാമല്ലോ. നമുക്ക് അദ്ദേഹത്തെ തടയാനുള്ള പവറില്ല എന്ന് ഗാർലിംഗ് പറയുന്നുണ്ട്. പക്ഷേ ഇമൂസമ്മ ഈ കൊട്ടാരം വിട്ട് പുറത്തു പോയാൽ എന്ന് പറഞ്ഞ് ഇപ്പോൾ വാർക്കുറി ആകെ ടെൻസ്ഡ് ആവുന്നുണ്ട്. ന്യൂസ്ജുറോ ഇപ്പോൾ പറയുന്നുണ്ട്, അത് നമ്മൾ അദ്ദേഹത്തെ പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ലല്ലോ, അദ്ദേഹം എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട്. ജൂപ്പിറ്റർ ഇപ്പോൾ പറയുന്നുണ്ട്, അതെ, പുറത്തു പോയാൽ എന്താണ് ഉണ്ടാവുക എന്ന് ഗ്രേറ്റ് വണ്ണിന് നല്ല ബോധ്യമുണ്ട്. ഈ തീരുമാനത്തിൽ നിന്ന് ആർക്കും അദ്ദേഹത്തിനെ തടയാനാവില്ല. ഇമു ഇപ്പോൾ പെട്ടെന്ന് ആ അബേസിൽ നിന്നും മറഞ്ഞു പോകുന്നുണ്ട്. സോ ഗൈസ്, അപ്പോൾ ഇമു ഹോളി ലാൻഡ് വിട്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്തോ പ്രശ്നമുണ്ടെന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട്. മിക്കവാറും ഇമു ഇപ്പോൾ വളരെ വീക്കായിട്ടിരിക്കുകയായിരിക്കും. അതായത് ഇമു കോൺട്രാക്ട് ഉണ്ടാക്കിയ ആൾക്കാരെല്ലാം തോൽപ്പിക്കപ്പെട്ടല്ലോ, അതുകൊണ്ടാവണം ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകരുതെന്ന് എൽഡേഴ്സ് ഇമുവിനോട് പറയാനുള്ള കാരണം. ഇപ്പോൾ നമ്മളെ കാണിക്കുന്നത് എൽബാഫാണ്. അവിടുത്തെ വെസ്റ്റ് വില്ലേജിൽ ഇപ്പോൾ ഗേഡ് ഇങ്ങനെ ഉറക്കെ പറയുന്നുണ്ട്, ഹേ ഗൈസ്, ഇതൊന്ന് നോക്കിക്കേ, ആ 3 ഡീമൻസിൽ ഒരുത്തൻ ഇപ്പോഴും ദേഹം ഇങ്ങനെ ഒരുമിച്ച് ഒട്ടിച്ച് ചേർക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഗേഡിന്റെ കയ്യിലിരിക്കുന്നത് സോമേഴ്സ് ആണ്. അവൻ വിളിച്ചു പറയുന്നത് കേൾക്കാം, ഓ ഈ നായിന്റെ മക്കൾ എന്നെ വെച്ചാൽ കുഞ്ഞു കളിക്കുകയാണല്ലോ. ഇപ്പോൾ സോമേഴ്സിന്റെ അവസ്ഥ കണ്ടിട്ട് ഹാജറുദ്ദീനും ചോദിക്കുന്നുണ്ട്, ഈ ഒരു കോലത്തില് ഇവൻ എങ്ങനെയാ ജീവിച്ചിരിക്കുന്നത്. ഇപ്പോൾ സംഭവം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒട്ടിച്ചേർന്ന സോമേഴ്സിനെ ഗേഡ് ഇപ്പോൾ 2ആയിട്ട് ഇങ്ങനെ പറിച്ചെടുത്തിരിക്കുകയാണ്. ദേ കണ്ടോ, ഇവനൊരു കാന്തം പോലെ ഇങ്ങനെ ഒട്ടുന്നത് കണ്ടിട്ട് തന്നെ പേടിയാവുന്നു എന്ന് ഗേഡ് പറയുന്നുണ്ട്. നീ ഈ ചെയ്തു കൂട്ടുന്നതൊക്കെ അടി പേടിപ്പിക്കുന്ന പരിപാടി എന്ന് ഇപ്പോൾ സോമേഴ്സ് വിളിച്ചു പറയുന്നുണ്ട്. നിന്റെ പേര് ഗേഡെന്നല്ലേ പറഞ്ഞത്, ഞാനത് ഒരിക്കലും മറക്കാൻ പോകുന്നില്ല, നരകിപ്പിച്ചേ നിന്നെ ഞാൻ കൊല്ലൂ, നോക്കിക്കോ. ദേ നിങ്ങൾ ഇതൊന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞ് ഗോൾഡ്ബർഗ് ഇപ്പോൾ സോമേഴ്സിന്റെ ഹൃദയം സോറോയെയും ഹാജറുദ്ദീനെയും കാണിക്കുന്നുണ്ട്. സ്റ്റീല് കൊണ്ടുണ്ടാക്കിയ ഹൃദയോ എന്ന് ചോദിച്ച് ഇവർ അമ്പരക്കുന്നുണ്ട്. ഈ ഹൃദയം നമ്മൾ തകർത്തു കഴിഞ്ഞാൽ ഇവരുടെ റീജനറേഷൻ അവസാനിക്കുമായിരിക്കുമോ എന്ന് സോറോ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഇത് കേട്ടിട്ട് സോമേഴ്സ് ഞെട്ടി പണ്ടാരം അടങ്ങുന്നുണ്ട്. അപ്പൊ അത് സത്യമാവാൻ നല്ല ചാൻസ് ഉണ്ട്. ഇനി നമ്മളെ കാണിക്കുന്നത് സ്കൂളിനടുത്തുള്ള ഫ്രാങ്കിയൻ ടീമിനെയാണ്. ഉസോപ്പും ബ്രൂക്കും അവിടെ കിടപ്പുണ്ടല്ലോ. ഫ്രാങ്കി ഇപ്പൊ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ അനങ്ങാതെ സേഫായിട്ട് കിടക്കണേ, നിങ്ങളുടെ രണ്ടുപേരുടെ എല്ലൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഞാൻ നിങ്ങളെ രണ്ടുപേരെ സൈബോർഗുകളായിട്ട് അങ്ങ് ട്രാൻസ്ഫോം ചെയ്താലോ, അതെങ്ങനെയുണ്ട്, പിന്നെ ഇതൊന്നും സഹിക്കേണ്ടി വരില്ലല്ലോ. ഇപ്പൊ ഇത് കേട്ടിട്ട് ഉസോപ്പും ബ്രൂക്കും ഞെട്ടുന്നുണ്ട്. ജിംബെ ആണെങ്കിൽ ചോദിക്കുന്നുണ്ട്, ചോപ്പർ ഇത് എവിടെ പോയിന്ന്. കില്ലിംഗ്ഹാമിന്റെ തലയും കാലും ഉടലും ഒരു മരത്തിൽ ഇങ്ങനെ കെട്ടിയിട്ടിട്ട് സാഞ്ചി അടുത്തിരുന്ന് സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. കില്ലിംഗ്ഹാം ഇപ്പോൾ ഒരു മാസ് ഡയലോഗ് അടിക്കുന്നുണ്ട്, ഞാൻ ഒരിക്കലും നിന്റെ പേര് മറക്കില്ല സാഞ്ചി, നൗ സേ മൈ നെയിം. സാഞ്ചി ആണെങ്കിൽ ഇപ്പോൾ അയ്യോ ഞാനത് മറന്നുപോയടാ എന്ന് പറഞ്ഞവനെ അണച്ചു വിടുന്നുണ്ട്. ഇപ്പോൾ ആ ഗുങ്കോ ട്രാപ്പായി കിടക്കുന്ന ഐസ് ബ്ലോക്കും നമ്മളെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ലൂഫി, ലോക്കി, റാഗ്നറും വാൾറ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. ഈ സ്കൂൾ എന്താ ഇങ്ങനെ തണുത്തുറഞ്ഞു കിടക്കുന്നതെന്ന് ലോക്കി ചോദിക്കുന്നു. ഇവിടുത്തെ ഹീറ്റ് എനർജി മുഴുവൻ അബ്സോർബ് ചെയ്തെടുത്തപ്പോൾ ഇങ്ങനെ ആയതാണെന്ന് ലിലിത്ത് പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു 3 പേരും സ്കൂളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ലോക്കി ഇപ്പോൾ പറയുന്നുണ്ട്, ഓ ഭക്ഷണത്തിന് വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല, സ്കൂള് ഫ്രീസ് ആയി കഴിഞ്ഞപ്പോൾ ഈ ഫുഡും ഫ്രീസ് ആയി, അതിന്റെ ഫ്ലേവർ എല്ലാം നഷ്ടപ്പെട്ടു എന്ന്. ലൂഫി ഇപ്പോൾ ഒരു വലിയ കഷ്ണം ഫുഡിൽ ഇങ്ങനെ വീണ് കിടന്നത് കഴിക്കുന്നുണ്ട്. അവൻ എന്നിട്ട് ഇപ്പോൾ പറയുന്നുണ്ട്, കുറച്ച് ഫുഡ് ഉസോപ്പിനും ബാക്കിയുള്ളവർക്കും കൂടെ കൊണ്ട് കൊടുക്കണം. ലോക്കി ഇപ്പോൾ പറയുന്നുണ്ട്, ആദ്യം കഴിച്ച് നീ ഒന്ന് മര്യാദക്ക് എഴുന്നേറ്റ് നിൽക്കടാ, എന്നിട്ട് പോയി ബാക്കിയുള്ളവർക്ക് ഫുഡ് കൊടുക്കുക. ലൂഫി ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, ലോക്കി നീ കുറച്ചു മുന്നേ ഫ്രീസ് ആക്കിയ ആ പെണ്ണില്ലേ, അവൾ ചത്ത് കാണുമോ? ഏയ് ചാകത്തൊന്നുമില്ല, ആ ടെക്നിക്കിനെ ഫ്ലാഷ് ഫ്രീസിങ് എന്നാ പറയുന്നത്. ദേ ഈ ഇരിക്കുന്ന റാഗ്നറില്ലേ, ഇവനെ കൊണ്ട് മാത്രമേ ഇനി ആ ഐസ് ഉരുക്കാൻ പറ്റൂ, അതുകൊണ്ട് അവൾ ആ ഐസ് ബ്ലോക്ക് വിട്ട് വെളിയിൽ പോകാനേ പോകുന്നില്ല, ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട എന്ന് ലോക്കി പറയുന്നുണ്ട്. നാമി ഇപ്പോൾ സിയൂസിനെ വെച്ച് അവിടെ എല്ലാം മഴ പെയ്ച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ സിയൂസും നാമിയും രണ്ടുപേരും പെട്ടെന്ന് എന്തോ സെൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് ആകാശത്തിൽ നിന്ന് കറുത്ത മേഘമോ ഇടിമിന്നലോ എന്തോ ഒരു സാധനം എൽബാഫിലേക്ക് വന്ന് വീഴുന്നുണ്ട്. നാമി ആണെങ്കിൽ ഇപ്പോൾ ഇത് കണ്ടിട്ട് അലറി വിളിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എൽബാഫിലെ വില്ലേജിലുള്ള ജയൻസും ഇതെന്താണ് ഈ വലിയ കറുത്ത പുക എന്നൊക്കെ ചോദിച്ച് ഞെട്ടുന്നുണ്ട്. ഇപ്പോൾ അത്രയും 2-3 എണ്ണം വീണ്ടും മുകളിൽ നിന്ന് താഴേക്ക് വരുന്നുണ്ട്. ഒരു ജയന്റ് ഇപ്പോൾ മുകളിലേക്ക് കൈ ചൂണ്ടി പറയുന്നുണ്ട്, ദേ ആകാശത്തേക്ക് നോക്കിക്കേ. ഇപ്പോൾ ഒരു വമ്പൻ പെന്റാഗ്രാം, ആ മാജിക് സർക്കിള് ഓറസ്റ്റ് കൊട്ടാരത്തിന്റെ മുകളിലായിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ദേ എല്ലാവരും ഒന്നിങ്ങോട്ട് വന്ന് നോക്കിക്കേന്ന് നാമി പറയുന്നുണ്ട്. എന്താ ഒരു ഭയങ്കര ശബ്ദം കേട്ടത്, മരങ്ങളൊക്കെ കിടന്ന് ആടി ഉലയുകയാണല്ലോ എന്ന് ഫ്രാങ്കി പറയുന്നു.
സാഞ്ചി ആണെങ്കിൽ നാമിസാൻ ഞാൻ ദേ എത്തി എന്നും പറഞ്ഞുകൊണ്ട് ഓടി ചെല്ലുന്നുണ്ട്. ഇപ്പൊ ആ മാജിക് സർക്കിൾ അവിടെ വന്നതിന് ശേഷം അവിടെയുള്ള മരങ്ങളൊക്കെ ഇങ്ങനെ ആടി ഉലയുന്നുണ്ട്. ഇപ്പൊ ഒരു പാട്ടൊക്കെ കേൾക്കാം. സംഭവം എന്താണെന്ന് നോക്കിയാൽ ഇപ്പൊ വീടുകൾക്കൊക്കെ ജീവൻ വെച്ചിട്ട് ഒരുമാതിരി ഈവിള് ലുക്ക്. ആൻഡ് അതുങ്ങൾ ഇങ്ങനെ ആടി ആടി നിന്ന് പാട്ടും പാടുന്നുണ്ട്. വീടുകൾക്കല്ല ഇതെന്തു പറ്റി, ഇതെന്താ വല്ല സ്വപ്നവുമാണോ എന്നൊക്കെ ചോദിച്ച് ജയൻസ് ഇപ്പൊ ഞെട്ടുന്നുണ്ട്. ഇപ്പോ കാട്ടിലെ മരങ്ങളും ഇതേ രീതിയിൽ ഇങ്ങനെ ജീവൻ വെച്ച് പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതും ആ വന്നവന്മാരുടെ കൂട്ടത്തിലുള്ള ആരുടെയെങ്കിലും എബിലിറ്റി ആണോ എന്നൊക്കെ ജയൻസ് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ എൽബാഫിനെ മൊത്തമായിട്ട് വളഞ്ഞിരിക്കുന്ന ആ ജയന്റ് മാജിക് സർക്കിളിന്റെ ഒത്ത നടുക്കൂന്ന് ഒരു കറുത്ത മിന്നൽ പിണർ വന്ന് കറക്റ്റ് ഓറസ്റ്റ് കൊട്ടാരത്തിലേക്ക് പതിക്കുന്നുണ്ട്. ആൻഡ് അതിന്റെ കൂടെ ഒരു മാസീവ് എമൗണ്ട് ഓഫ് കോൺകൊറേറ്റ്സ് ആക്കി എൽബാഫ് മൊത്തത്തിൽ പരക്കുകയാണ്. ജയന്റ് പിള്ളേരൊക്കെ അപ്പൊ തന്നെ മയങ്ങി വീഴുകയാണ്. കോളോണും ഒലാഫും ഒക്കെ മയങ്ങി വീണ് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാം. ചോപ്പർ ഇപ്പൊ ഇങ്ങനെ ഇതൊക്കെ കണ്ട് വരണ്ട് സോറോയുടെ കണ്ണൊക്കെ പൊത്തി പിടിച്ചോണ്ട് തലയിൽ ഇങ്ങനെ അള്ളി പിടിച്ചിരിക്കുകയാണ്. ഇത് കോൺകൊറേറ്റ്സ് ഹാക്കിയാണല്ലോ എന്ന് സോറോ പറയുന്നുണ്ട്. ലോക്കി ആണെങ്കിൽ ഇപ്പൊ പറയുന്നുണ്ട് ഇതാ കൊട്ടാരത്തിന്റെ സൈഡിൽ നിന്നാണല്ലോ വരുന്നത്, ഇത് മുൻപത്തെ സെയിം ഹാക്കി തന്നെയാണ്. ലൂഫിക്ക് ഇപ്പോഴും എനർജി തിരിച്ചു കിട്ടിയിട്ടില്ല. ഇനി നമ്മളെ ഓറസ്റ്റ് കൊട്ടാരത്തിനകത്ത് ആ അബൈസ് ഉള്ള സ്ഥലമാണ് കാണിക്കുന്നത്. ആ ഗോഡ് നൈറ്റ്സ് വന്നിറങ്ങിയ സ്ഥലം. അവിടെ ലാൻഡ് ചെയ്ത ഇമു ആണെങ്കിൽ ഇപ്പോൾ വല്ലാതെ നിന്ന് ചുമയ്ക്കുന്നുണ്ട്. അങ്ങനെ ചുമച്ച് ഇമു അവിടെ ഇരുന്ന് ചോര തുപ്പുന്നു. ഇപ്പൊ അങ്ങനെ ചുമച്ചോണ്ട് അവിടെ ഇരിക്കുന്ന ഇമുവിന് എന്തോ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നുണ്ട്. ആ സിൽവറ്റിൽ ഇപ്പോൾ ഒരു ചിറകുകളൊക്കെ ഇങ്ങനെ വരുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ ഒരു വലിയ എക്സ്പ്ലോഷൻ ഉണ്ടായി ആ റൂം തന്നെ പൊട്ടി തകരുന്നുണ്ട്. ആ ടവറൊക്കെ ഇളകി താഴെ വീഴുന്നു. ആരാണ് കൊട്ടാരത്തിൽ ആരാ ഉള്ളതെന്ന് ജാർലു ചോദിക്കുന്നു. ഇപ്പോൾ എൽബാഫിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ കണ്ടിട്ട് അവിടെ കിടക്കുന്ന കില്ലിംഗ്ഹാം പറയുന്നുണ്ട് ഗ്രേറ്റ് വൺ ആണോ അത്, അദ്ദേഹം നേരിട്ട് ഇങ്ങോട്ടേക്ക് എത്തിയെന്നോ, അങ്ങനെ വരാൻ ഒരു വഴിയില്ലല്ലോ എന്ന് സോമേഴ്സ് പറയുന്നുണ്ട്. ജയൻസ് ഇപ്പോൾ വിളിച്ചു പറയുന്നുണ്ട് കൊട്ടാരത്തിന്റെ ഏറ്റവും മുകളിൽ അവിടെ ദേ ആരോ നിപ്പുണ്ട്. സോ ഗൈസ് അപ്പോൾ അവിടെ ആ ഒരു പോയിന്റില് ഇമുവിനെ നമുക്ക് മുന്നേ റിവീൽ ചെയ്തിരിക്കുകയാണോടാ. പുള്ളി ഒരു വെപ്പണൊക്കെ ഇങ്ങനെ പിടിച്ച് ആ ടവറിന്റെ ഏറ്റവും ടോപ്പിലായിട്ട് നിൽക്കുകയാണ്. താഴെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വേൾഡ് ഗവൺമെന്റിന്റെ 20 ഫൗണ്ടേഴ്സിൽ ഒരാൾ. അതേപോലെ തന്നെ പവർ ഡെവിൾ ഫ്രൂട്ട് എന്നേ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ മുൻപൊരു തിയറി വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരുമാതിരിപ്പെട്ട ഡെവിൾ ഫ്രൂട്ടിന്റെ എല്ലാം പവർ ഇമ്യൂൻ ഉപയോഗിക്കാൻ പറ്റും എന്നാണോ അതിന്റെ അർത്ഥം എന്നറിയില്ല. ചിലപ്പോൾ അങ്ങനെ ആകാൻ വഴിയുണ്ട്. കാര്യം ആ മരങ്ങളും വീടുകളും ഒക്കെ ഡാൻസ് കളിക്കുന്നത് ബിഗ് മോമിന്റെ ആ ഡെവിൾ ഫ്രൂട്ടിന്റെ പവറുമായിട്ട് സാമ്യമുണ്ടല്ലോ. ഇപ്പോൾ ഇമ്യൂന്റെ ഫേസിന്റെ ആ ഒരു ക്ലോസപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. തലയിൽ ഒരു എസ് ഷേപ്പിലുള്ള കൊമ്പ്, അതേപോലെ തന്നെ ചുണ്ടിന്ന് ചോര. അത് മുമ്പ് ചുമച്ചപ്പോൾ തുപ്പിയതായിരിക്കും. പിന്നെ കയ്യിൽ ഒരു കണ്ണിന്റെ ഷേപ്പുള്ള ടാറ്റു. മൊത്തത്തിൽ ഒരു കറക്റ്റ് ഡീമൻ, കിങ് ഓഫ് ദ വേൾഡ്, സെയിന്റ് നെറോണ ഇമു. അങ്ങനെ അദ്ദേഹം ഒടുവിൽ താഴെ ലോകത്തിലേക്ക് അവതരിച്ചിരിക്കുകയാണ് എന്നൊരു എഡിറ്റേഴ്സ് നോട്ടിലാണ് ഈ ചാപ്റ്റർ അവസാനിക്കുന്നത്. ഈ ലെവൽ ഒരു ക്ലിഫ് ഹാങ്ങർ കൊണ്ട് നിർത്തിയിട്ട് അടുത്ത ആഴ്ച ബ്രേക്കാണ് ഗൈസ്. അപ്പോൾ മൊത്തത്തിൽ ഈ എൽബാഫ് ആർക്ക് തന്നെ ഒരു പീക്ക് ലെവലാണ്. നമുക്കിപ്പോൾ കുറേ പീക്ക് ചാപ്റ്റേഴ്സ് കിട്ടി. സോ അപ്പോൾ എൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബ്രേക്കിന് ശേഷം നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.